വയനാട്ടിൽ കോൺഗ്രസിന്റെ ഭവന പദ്ധതി ശിലാസ്ഥാപനം നടക്കുകയാണ്. മേപ്പാടി കുന്നംപറ്റയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു. ചടങ്ങിൽ തത്സമയം. ഞാൻ അപ്പോൾ നിങ്ങളുടെ MP ആയിരുന്നില്ല, എൻ്റെ സഹോദരനായിരുന്നു MP. I am your MP now. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ MP ആണ്. But between that time and now, I have also become your daughter, your sister, and a member of your family. പക്ഷേ അന്നത്തെ ദിവസം മുതൽ ഇന്നു വരെ ഞാൻ നിങ്ങളുടെ മകളായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ട്. And I have watched the different struggles you have faced through this period. ഞാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. You have faced the struggle to rebuild your family life. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ വീണ്ടും ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഏറ്റവും വലിയ ദുരിതം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. To wake up every morning and carry on without the people you love the most. നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ, നിങ്ങളുടെ ഏറ്റവും അടുത്തവരില്ലാതെ ഓരോ ദിവസവും എഴുന്നേറ്റ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. You have faced the struggle of not having places to stay, having to move from one place to another, having to live in rented accommodation. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു സംവിധാനമില്ലാതെ, നിങ്ങളുടെ പരസ്പരമുള്ള കുടുംബങ്ങളില്ലാതെ നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ നമുക്കറിയാം. I have met proud people like my brother Anayan, who owned farmlands, who was a well-to-do farmer, and after the tragedy had to make ends meet by driving an auto rickshaw. ഇവിടെ ശ്രീ അന്നയ്യനെ പോലെ അദ്ദേഹത്തിന്റെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ട്, എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട്, അവസാനം ജീവിതമാർഗത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കേണ്ടുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. I have met courageous young people like Hani, who lost his entire family, but as I have said before, turned around and said to me that what he wants to do is provide help to people who have less than him, who are poorer. ഞാൻ ഹനിയെ പോലെ ഏറ്റവും കരുത്തരായ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടതിന് ശേഷവും ആ ജീവിതം തിരികെപ്പിക്കാൻ ഏറ്റവും കരുത്തരായിട്ട് ജീവിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. And as all of us here on stage have watched you struggle, in our own ways we have tried our best to raise your voices on different platforms, to demand justice for you and to try to do our best to support you. ഈ വേദിയിലുള്ള എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ നീതി ലഭിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. We raised your voice in parliament again and again. ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ വളരെയധികം പ്രാവശ്യം ഉന്നയിച്ചു. All of us MPs went and met the Home Minister demanding that the disaster should be termed a national disaster. ഞങ്ങൾ എല്ലാ MP-മാരും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. We wrote letters to the Prime Minister. We protested outside Parliament. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. And we tried to do whatever we could do to help you, നിങ്ങളെ support you to rebuild your lives. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. And I'm proud to say that our efforts also were across party lines. All different political parties did try to help and support you through this period. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തെ നേരിടുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. And as your struggle continues, we will continue to stand by you and support you. നിങ്ങളുടെ ഈ ദുരിതം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളോടൊപ്പം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് ഉറപ്പു തരുന്നു. In September, when I was here, I met a group of shop owners who had been affected by the tragedy, and they told me how their businesses had been wiped out. ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള കുറേയധികം വ്യാപാരികളെ കണ്ടിരുന്നു. കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയായിരുന്നു. തത്സമയം.